സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം കരയേറ്റുന്നു. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും സ്വാഗതവും ആശംസിക്കുന്നു, അറിയിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഇത്തിരി നേരം ഞങ്ങളൊത്ത് മഹാദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി സമയം കണ്ടെത്തിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, ആശ്വാസം, നന്മ, ശാരീരിക, മാനസിക, കുടുംബപരമായ വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് പറഞ്ഞ് പഴകിയ പദങ്ങളല്ല, അനുഭവിച്ച് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷ്യപത്രമാണ്. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനുണ്ട്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിചാരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡാനിയൽ എബ്രഹാം തനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സമയത്ത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ, ദൈവവേലയെ സ്നേഹിച്ചുകൊണ്ട് തന്നാലാവും വിധം സഹകരിക്കുന്ന ആ പ്രിയ സഹോദരന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഡാനിയൽ എബ്രഹാമിന് ഇത് നിമിത്തമായി ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പ്രിയ സഹോദരനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അങ്ങയുടെ എളിയദാസൻ നൽകി തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പക്കൽ നിന്ന് നിറവായ അനുഗ്രഹം ധാരാളമായി തനിക്ക് ഉണ്ടാകട്ടെ. ഇത് മുഖാന്തരം അഭിവൃദ്ധി നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോക സർക്കാരിൻ്റെ ലോക സ്വഭാവത്തിൻ്റെ വിധത്തിൽ ഓർത്താൽ ഈ സാമ്പത്തിക വർഷം തീരുകയും പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. 2023-24 ആരംഭം മുതൽ അത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2024 കടക്കുന്നു. അതുകൊണ്ട് 24 ഈ സാമ്പത്തിക വർഷത്തിൽ, അഥവാ ഏപ്രിൽ മാസം മുതലുള്ള ഈ വർഷത്തിൽ നിങ്ങളുമായി ചില സന്ദേശങ്ങൾ കൈമാറുമ്പോൾ എൻ്റെ വാർദ്ധക്യത്തിൻ്റെ പേരിലും നിങ്ങൾ അനേകരും പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ട് വിളിക്കാറുള്ളതിൻ്റെ കാരണത്താലും ഇന്ന് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ഈ എപ്പിസോഡ് പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ സാക്ഷ്യം പറയുന്നതിന് മുമ്പായി ഒരു വചനം വായിച്ചിട്ട് ആ വചനത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ വിചാരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26-27 വാക്യങ്ങളാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അറിയുന്ന ആട്ടിൻകൂട്ടം, കർത്താവിനെ അനുഗമിക്കുന്ന ആട്ടിൻകൂട്ടം. അറിയുന്നു, അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ മുമ്പിൽ യേശു കർത്താവ്, പിന്നിൽ ആട്ടിൻകൂട്ടം. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ പ്രകാരം യേശുവിനൊപ്പം എൻ്റെ യാത്ര എന്നതാണ് ഞാനിതിന് കൊടുക്കുന്ന തലവാചകം. യേശുവിനൊപ്പമുള്ള എൻ്റെ യാത്ര മുഴു സമയവും സുവിശേഷ വയലിൽ തുടങ്ങിയിട്ട് 52 വർഷവും യേശുവുമായിട്ട് വ്യക്തിബന്ധത്തിൽ വന്നിട്ട്
61 വർഷവുമായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെയാണ് എന്നെ നടത്തിക്കൊണ്ട് വന്നതെന്ന് ചുരുക്കം ചില സാക്ഷ്യവചനത്തിൽ കൂടെ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുകയാണ്. കർത്താവ് അതിനു വേണ്ടി നമ്മെ ഒരുക്കട്ടെ. എൻ്റെ വിശ്വാസ ജീവിത അനുഭവം വളരെ പറയേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒരു എപ്പിസോഡ് മതിയാകത്തില്ല. പ്രേക്ഷകർക്ക് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടായേക്കാം. എന്നാൽ അതിന് തുടങ്ങിയിട്ട് ഞാൻ യേശുവായി തുടങ്ങിയിട്ട് 62 വർഷമായി. എന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് സാത്താൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ഞാൻ സാത്താനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം അത് ആവശ്യമില്ലാത്തൊരു പ്രസ്താവനയാണ്. എന്നാൽ പോരാട്ടമുണ്ട് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കർത്താവിനോടും പോരാടി, പിതാക്കന്മാരായിരുന്ന അപ്പോസ്തല ശിഷ്യന്മാരോട് പോരാടി, പിറകെ വന്ന വിശുദ്ധന്മാരായ അനേകരോട് പോരാടി. പക്ഷെ ഇവരാരും അതിനു മുമ്പിൽ തോറ്റില്ല. തോൽപ്പിക്കാൻ അവന് കഴിയത്തില്ല. അപ്പം അകാരണമായി ഒത്തിരി ഞാൻ അവനെ ഭയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ആ പോരാട്ടത്തിൻ്റെ പേര് പറഞ്ഞാൽ 12 പ്രാവശ്യം മരണവുമായി ഞാൻ ഏറ്റുമുട്ടി. ഈ കാലഘട്ടത്തിൽ ആ 12 പ്രാവശ്യത്തെ മരണവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 7 പേർ 7 സ്ഥലങ്ങളിൽ 7 സമയങ്ങളിലായിട്ട് എന്നെ വധിപ്പാൻ അഥവാ കൊന്നുകളയുവാൻ പ്ലാൻ ചെയ്ത് സജ്ജീകരിച്ചു. അതിനകത്ത് കല്ലെടുത്തവരുണ്ട്, വടിയെടുത്തവരുണ്ട്, കത്തിയെടുത്തവരുണ്ട്, വണ്ടി ഇടിച്ച് കൊല്ലാൻ വിചാരിച്ചവരുണ്ട്. ഞാൻ പറയുന്നത് കർത്താവിനെ മുൻനിർത്തിക്കൊണ്ടാണ്, കർത്തൃ സന്നിധിയിലാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആ 7 പ്രാവശ്യവും കർത്താവ് എന്നെ അതിൽ നിന്ന് വെടിവെച്ച് രക്ഷിച്ചു. ആ 7 പേരും പല സമയങ്ങളിലായി ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിലൊരു സന്തോഷം കൊണ്ടല്ല, അവരങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ ലിസ്റ്റിലുള്ള കേസുകളാണ്. അത് നിർത്തിയിട്ട് ബാക്കി 5 സ്ഥലങ്ങളിൽ അപകടങ്ങൾ, വാഹന അപകടങ്ങൾ, മറ്റ് സ്ഥലങ്ങളിൽ ചില അപകടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ വാസ്തവമായ മരണത്തെ മുഖാമുഖം കണ്ടു. ബഹുമാനപരിസരം ഞാൻ പറയുന്നത് ശ്രോതാക്കളെ ബഹുമാനിച്ചുകൊണ്ട്, അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങളെയൊക്കെ നേരിട്ടത്. എനിക്ക് മരണമെന്ന താഴ്വരയെക്കുറിച്ച് ഭയമില്ലെന്ന് മാത്രമല്ല, സന്തോഷത്തോട് വെൽക്കം ചെയ്യുന്ന, അത് സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ട്? ഞാൻ എവിടേക്ക് പോകുന്നതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ സുവിശേഷ അഭിവൃദ്ധിപ്പെടണം. ആര് നിമിത്തം? ഞാൻ നിമിത്തം സുവിശേഷ അഭിവൃദ്ധിപ്പെടണം. എനിക്ക് എന്തോ അസാമാന്യമായ അസാധാരണ കഴിവുകളുള്ളതുകൊണ്ടല്ല, കർത്താവ് എന്നെ ഈ കാര്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് സുവിശേഷം അഭിവൃദ്ധിപ്പെടണം. അതിനകത്ത് പ്രായമോ രോഗമോ മറ്റേതെങ്കിലും സാങ്കേതിക അസൗകര്യങ്ങളൊന്നും ബാധകമല്ല. അതൊക്കെ അങ്ങനെ കിടക്കും. ഒരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാരിൽ ഒരാളായിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ എതിരാളികൾ കല്ലെറിഞ്ഞു. അദ്ദേഹം പൊതുവഴിയിൽ വീണു, അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കല്ലെറിഞ്ഞവരെല്ലാം വിട്ടുപോയി. ക്രമേണ ആരൊക്കെയോ സഹകരിച്ച് സഹായിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് വീണ്ടും അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ള ബലത്തിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴും വാ തുറക്കുന്ന സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്. അവിടെ സുവിശേഷം പരമേൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് എനിക്ക് നിങ്ങളോട് സ്നേഹബുദ്ധിയെ പങ്കുവയ്ക്കാനുള്ളത്, യേശു ലോകത്തിൽ വന്ന് 3.5 വർഷം ഇവിടെ സഞ്ചരിച്ചപ്പോൾ ആ 3.5 വർഷം ക്രൂശീകരണമായിരുന്നില്ല യേശുവിൻ്റെ വിഷയം.
ക്രൂശീകരണം എന്നുള്ളത് അത് ദൈവം നേരത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അത് അതിനുവേണ്ടി 3.5 വർഷം സഞ്ചരിക്കേണ്ടിയിരുന്നില്ല. അതേത് സമയത്ത് സംഭവിക്കാമായിരുന്നു. എന്നാൽ ഈ 3.5 വർഷം എന്താണ് യേശു ചെയ്തത്? ദൈവരാജ്യം പറഞ്ഞും കൊണ്ട്, പ്രസംഗിച്ചും കൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് യേശു ശിഷ്യഗണത്തോട് ഒരുമിച്ച് സഞ്ചരിച്ചു. പോയ ദിക്കുകളിലെല്ലാം, ചെന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യം, യേശുവിൻ്റെ നാവിൻ്റെ തുമ്പിൽ ദൈവരാജ്യമായിരുന്നു. ഇനി പിതാക്കന്മാരിലേക്ക് വരുമ്പോൾ കർത്താവ് കൈമാറിക്കൊടുത്ത ഈ സുവിശേഷം കയ്യിലേന്തിയവരായ അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഇരിക്കുന്നെങ്കിൽ സുവിശേഷം അഭിവൃദ്ധിപ്പെടട്ടെ. ശരീരം വിട്ടുപിരിഞ്ഞാൽ പ്രൊമോഷനാണ്. എൻ്റെ പിറകിൽ ആരൊക്കെയുണ്ട്, അവരെ ആര് നോക്കും, അവരുടെ സ്ഥിതിയും ഗതിയും നിലയും എന്താകും, ഈ വിധമായിരിക്കുന്ന ഒരു ടെൻഷനും എനിക്കില്ല. അതൊക്കെ കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ വളരെ കർത്താവിനെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്തുന്നത് മക്കൾ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, ഭാര്യ രക്ഷിക്കപ്പെട്ടതാണ്, അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ കൂടുതൽ കർത്താവിനുണ്ട്. കർത്താവ് ആ കാര്യം ഭംഗിയായി നോക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കാലം സമയം പോക്കുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:31 അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോവാം. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. യേശു പരാതി പറഞ്ഞ, പരിഭവം പറഞ്ഞ, പ്രതിഷേധം അറിയിച്ച ഒരു മകനോട് പറഞ്ഞതാണ് ഈ വാക്ക്. ജ്യേഷ്ഠനും അനിയൻ 2 പേരുണ്ടായിരുന്നതിൽ ഒരാൾ നേരത്തെ വീട് വിട്ടു പോയി, അവകാശ ഓഹരിയൊക്കെ വാങ്ങിപ്പോയി. എന്നാൽ ഒരു സമയത്ത് അവൻ മടങ്ങി വന്നപ്പോൾ ഹീറോയായി പോയി, അവൻ സീറോയായി വന്നു. അവന് വേണ്ടി അപ്പൻ വീട്ടിൽ ചെലവ് ചെയ്തു. അതൊരു ഭാരിച്ച ചെലവായിട്ട് ജ്യേഷ്ഠന് തോന്നി. ജ്യേഷ്ഠൻ ജോലി സ്ഥലത്ത്, സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഇതാണ് കാണുന്നത്, കേൾക്കുന്നത്. അപ്പോൾ അവൻ അതാണ് പരാതി പറഞ്ഞത്. പരിഭവവും പ്രതിഷേധമൊക്കെ അറിയിച്ചു. അപ്പൻ പറഞ്ഞ മറുപടിയാണ്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ഈ വാക്യം നമുക്ക് എത്ര പേർക്ക് ഈ വചനം കാണാതെ അറിയാം എന്നത് എനിക്കിപ്പോൾ പ്രസക്തമല്ല. കാണാതെ അറിയാമെങ്കിൽ, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നെങ്കിൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളും പറയണ്ടേ, നാമും പറയണ്ടേ, ഞാൻ എപ്പോഴും അവനോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് അവനുള്ളതെല്ലാം എൻ്റേതാണെന്ന് പറയണ്ടേ. ദീർഘവർഷം പല സഭകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വ്യക്തികളായ അനേക സഹോദരങ്ങളെ എനിക്കറിയാം. ചില കാര്യങ്ങളുടെ മുഖത്തുള്ള അവരുടെ അങ്കലാപ്പ് കാണുമ്പോൾ അവസരം പോലെ സമയോചിതമായി സമചിത്തതയോടുകൂടെ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ യേശു എവിടെ പോയി? യേശു എവിടെ പോയി? ഈ പ്രശ്നം അനുവദിക്കുവാൻ സംഗതിയായെങ്കിൽ ആ പ്രശ്നത്തിൽ കൂടെ ഒരു നന്മ ഉള്ളടക്കം ചെയ്തിട്ട് ആ നന്മ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആ പ്രശ്നം വന്നിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുന്നെങ്കിൽ, എൻ്റെ യാത്ര കർത്താവിനോട് കൂടെ ആകുന്നെങ്കിൽ, കർത്താവ് മുമ്പിൽ ഞാൻ പിറകിലുമാകുന്നെങ്കിൽ ടെൻഷൻ്റെ ആവശ്യമില്ല. സാമ്പത്തിക വിഷയത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലത് തന്നെ, പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. പക്ഷേ എല്ലാവരോടുമായി ഞാൻ ചോദിക്കുന്നത്,
നിങ്ങളുടെ കർത്താവ് ദരിദ്രനോ ധനവാനോ, അഥവാ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ? എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും അനുഭവവും ചേർത്ത് പറയട്ടെ. എൻ്റെ കർത്താവ് മഹാരാജാവാണ്. തുല്യം നിൽക്കാൻ കഴിയുന്ന ഒരു സമാന്തരമായ വ്യക്തി വേറെ ഇല്ല. അവൻ എൻ്റെ പിതാവാണ്. ഞാൻ അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്. എൻ്റെ ദൗത്യം അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവൻ്റെ വാക്താവായിരിക്കുന്നു. അത് പ്രതിനിധിയാണ്, അവൻ്റെ പകരക്കാരനാണ്, അവനെ സാക്ഷ്യപ്പെടുന്ന സാക്ഷ്യവ്യക്തിയാണ്. അതെ, അവന് വേണ്ടി സംസാരിക്കുന്ന ശബ്ദം, അവന് വേണ്ടി സഞ്ചരിക്കുന്ന ശരീരവും ജീവനും, അവന് വേണ്ടി നിലകൊള്ളുന്നവൻ. കേൾക്കുന്നവർക്ക് തോന്നാം, താങ്കളെ പോലെ ഞങ്ങൾക്കിപ്പോൾ സുവിശേഷമായിട്ട് ഇറങ്ങാൻ കഴിയുമോ? സഹോദരി, സഹോദര, നിങ്ങൾ സുവിശേഷവുമായി 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ പകൽ മുഴുവൻ ഇറങ്ങണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ അവനുമായിട്ട് വ്യക്തിപരമായ ഉടമ്പടിയുണ്ടോ? നിങ്ങൾ തമ്മിലൊരു ഉപദേശം നടന്നിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞത് കേട്ട് നല്ലതാണെന്ന് പറഞ്ഞ് കയറിയതാണോ? നിങ്ങളുടെ അംഗീകാരം കർത്താവിന് ആവശ്യമില്ല, നിങ്ങളുടെ സ്വോത്രക്കാഴ്ച കർത്താവിന് ആവശ്യമില്ല. നിങ്ങളുടെ സഹായം, സാമ്പത്തിക സഹായം, സുവിശേഷ ബലി കൊടുക്കുന്ന സഹായം, അല്ലെങ്കിൽ സാധു സംരക്ഷണത്തിന് കൊടുക്കുന്ന സഹായം കർത്താവിന് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു മറുചോദ്യം ഉണ്ടല്ലോ. കേട്ടോളൂ. നിങ്ങളെയാണ് കർത്താവിന് ആവശ്യം. കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നതും തേടി വന്നതും നിങ്ങളെ നോക്കിയാണ് വന്നത്, നിങ്ങളുടേത് നോക്കിയല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും, വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയും കുറവും, ശാരീരികമായ ആരോഗ്യത്തിൻ്റെ ബലവും, സൗന്ദര്യവും, തറവാടുത്തവും, ഇതൊന്നും നോക്കിയല്ല യേശു വന്നത്. നിങ്ങളെന്ന വ്യക്തിയിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന് കർത്താവിന് ആവശ്യമുണ്ട്. ആ ആത്മാവിന് വേണ്ടി പ്രാശ്ചിത്തമായി കർത്താവിന് നിങ്ങൾ തന്നെ ബലിയർപ്പിച്ചതാണ് കർത്താവ്. നിങ്ങളെ കൊടുക്കുന്നില്ലേ? വെറുതെ സമയം കളയണ്ട. വേസ്റ്റാണ്. എനിക്ക് തന്നെ നിങ്ങൾ 10,000 തന്നു എന്നിരിക്കട്ടെ, കർത്താവിന് നിങ്ങളെ കൊടുക്കുന്നില്ലെങ്കിൽ ഈ 10,000 കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കില്ല. എനിക്ക് നിങ്ങൾ 1000 രൂപ തന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അത്രേ തരാനേ സാധിച്ചുള്ളൂ, അത്രേ മനസ്സ് വന്നുള്ളൂ എന്നിരിക്കട്ടെ. നിങ്ങളെ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? ഈ 1000-ന് 10 മടങ്ങിലധികം മൂല്യമുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞേക്കാം. ഈ 1000 രൂപ നിങ്ങൾ എനിക്ക് തന്നെങ്കിൽ, എന്നെപ്പോലെ ഒരാൾക്ക് കൊടുത്തെങ്കിൽ, മനസ്സോടെ കൊടുത്തെങ്കിൽ, നിങ്ങൾ യേശുവിനെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ 1000 രൂപ ഒരു വിതയാണ്. വിത എന്ന് പറഞ്ഞൊരു വിത്തിടിയിലാണത്. എന്ത് വിത്തിടിയിൽ? വിശദമാക്കാം. 10 കിലോ വിത്ത് വിതയ്ക്കുന്നവൻ തിരിച്ച് 10 കിലോ കിട്ടണം എന്ന് വിചാരിച്ച് വിത്ത് വിതയ്ക്കാറില്ല. എന്ത് വിത്തോ ആയിക്കോട്ടെ. വിതയുടെ പിറകിൽ ലക്ഷ്യം വർധനവാണ്, ഐശ്വര്യമാണ്, ഒരു ലാഭേച്ഛ അതിൻ്റെ പുറകിലുണ്ട്. അത് തെറ്റല്ല. അപ്പം ഇങ്ങനെ വിതയ്ക്കുന്ന ഒരു വ്യക്തിക്ക് 10 മടങ്ങെങ്കിലും കിട്ടണം. 1 കിലോ നെൽവിത്ത് വിതച്ചാൽ 10 കിലോ കിട്ടണം. എന്ത് വിത്ത് വിതച്ചാലും 10 ഇരട്ടി കിട്ടും. നിങ്ങൾ 1 കിലോ ഇഞ്ചി നട്ട് നോക്കൂ, അത് കേടില്ലാതെ കിട്ടിയാൽ നിങ്ങൾക്ക് 10 കിലോ കിട്ടും. ഇതൊക്കെ മിനിമം കാര്യങ്ങളാണ്. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും നിങ്ങളെ തന്നെ കൊടുത്തതിന് ശേഷമായിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. മകനെ, നീ എപ്പോഴും എന്നോട് ഇരിക്കുന്നല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. കണ്ടോ കർത്താവിൻ്റെ സപ്പോർട്ട്, കർത്താവിൻ്റെ ഓഫർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷ്യം കണ്ടോ? യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ മനസ്സില്ല, ലോകത്തിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് മനസ്സുണ്ട്, കടത്തിണ്ണുകളിലിരിക്കാൻ നമുക്ക് മനസ്സുണ്ട്, പലയിടത്തും പോയി തമാശ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിരിക്കാൻ നമുക്ക് മനസ്സുണ്ട്, സമയമുണ്ട്. കൂട്ടായ്മയ്ക്ക്
ആരാധനയ്ക്ക്, ഉപവാസങ്ങൾക്ക്, ബൈബിൾ സ്റ്റഡിക്ക്, ബൈബിൾ വായനയ്ക്ക് നമുക്ക് വേണ്ടത്ര മനസ്സില്ല, ഉത്സാഹമില്ല, എരിവില്ല. അതിന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പറഞ്ഞു വന്ന കാര്യം, മകനേ നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകും. സങ്കീർത്തനം 63:8 വായിക്കാം. സങ്കീർത്തനം 63:8. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, യെസ്, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. നോക്കുക, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണത്? നിന്റെ ഉള്ളം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യപ്പെട്ടവൻ്റെ, പ്രാർത്ഥിക്കുന്നവൻ്റെ, അന്വേഷിച്ചവൻ്റെ ഉള്ളത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഹൃദയങ്ങളെ വായിക്കുന്ന കർത്താവ് പറഞ്ഞു, നിന്റെ ഉള്ളം എന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ വലങ്കൈ നിന്നെ താങ്ങുന്നു. 80-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യോടെ വായിച്ച്. 80-8. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. മതി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി കനാൻ നാട്ടിൽ നട്ടു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുന്തിരിങ്ങ ഉണ്ടാകുന്ന മുന്തിരിച്ചെടിയല്ലത്. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഒരു ആലങ്കാരിക പദമാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ കൊണ്ടുവന്നു, അവിടെ നട്ടു, കനാൻ നാട്ടിൽ നട്ടു. നട്ടപ്പോൾ ഒരു പണി ചെയ്തു. ശ്രദ്ധിക്കണേ, ഒന്ന് ഓർക്കണേ, ഇതൊന്ന് കരുതണേ. നടുമ്പോൾ ചിലതിനെ നീക്കിക്കളഞ്ഞു. എന്താണ്? ജാതികളെ നീക്കിക്കളഞ്ഞു. അത് ഞാൻ പിന്നീടുള്ള എപ്പിസോഡിൽ എപ്പോഴെങ്കിലും പറയാം. എല്ലാവരുടെയും ഇടയിൽ സമ്മിശ്രമായി കഴിയുന്ന അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസാരങ്ങളും അവരോടൊത്തുള്ള സല്ലാപങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കുന്ന ഒരു സമൂഹത്തിലെ മതമല്ല ഞാനും യേശുവായിട്ടുള്ള ബന്ധം. അല്ല ഞാൻ പിന്നീട് വിശദീകരിച്ചോളാം. നീക്കി നിർത്തേണ്ടതിനെ നീക്കി നിർത്തണം, വിട്ടുമാറേണ്ടതിനെ വിട്ടുമാറണം. അല്ലാതെ കർത്താവിനോട് ഇരിക്കാൻ പറ്റത്തില്ല. മകനെ നീ എപ്പോഴും എന്നോട് ഇരിക്കുന്നല്ലോ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. പേർ ചൊല്ലി വിളിച്ച ശേഷം അവരെ പുല്ലുള്ള മരുഭൂമിയിലാക്കിയിട്ട് ഞാനങ്ങ് പോയെന്നല്ല, ഞാൻ അവരെ പേർ ചൊല്ലി വിളിച്ച് അവരെ പുല്ലുള്ള സ്ഥലമാകുന്ന മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവർക്ക് മുമ്പായി നടക്കുന്നു. അവർ എന്നെ അനുഗമിക്കുന്നു. ഇതിൽ കുറഞ്ഞതൊന്നും ആത്മീകമല്ല, ഭക്തിക്ക് ചേരുന്നതല്ല, തിരുവെഴുത്ത് സപ്പോർട്ടില്ല. തിരുവെഴുത്തിന് സപ്പോർട്ടിനെ കുറിച്ച് ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ചുരുക്കാം. എന്ത് തിന്നുവന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങണ്ട. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. പിന്നീട് വായിച്ചു നോക്കോളൂ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങൾക്കതൊക്കെ ആവശ്യമെന്ന് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. എപ്പോഴാണാവോ പഞ്ചസാര കൊണ്ടുവരിക എന്ന് ഓർത്ത് ഭാര്യപ്പെട്ടിരിക്കുന്നത് പോലെ ആയി പറയുന്നത്. ഭർത്താവ് മറന്നുപോയെന്ന് വരാം, പൈസ ഇല്ലായിരുന്നു എന്ന് വരാം, സമയം തെറ്റി വന്നെന്ന് വരാം പഞ്ചസാരയുമായിട്ട്. പക്ഷെ കർത്താവിന് സമയം തെറ്റത്തില്ല കേട്ടോ, ഒട്ടും തെറ്റത്തില്ല. തരാമെന്ന് പറഞ്ഞാൽ തരിക തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. എൻ്റെ ആവശ്യങ്ങളെ മുഴുവനായി പൂർണ്ണമായി അറിയുന്ന ഒരു നല്ല പിതാവ് സ്വർഗത്തിൽ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ടെൻഷനില്ലാതെ കഴിയുന്നു, ആവലാതിയില്ലാതെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ കഴിയുന്നു. ആരോടും വിരോധവും ഇണക്കവും ശണ്ടയും കലവൊന്നുമില്ലാതെ കഴിയുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം.
സമൂഹത്തിൽ ഉള്ള കാര്യമല്ലേ അത്? ഏതെങ്കിലും തോട്ടത്തിൽ 2 പേരുണ്ടായിരുന്നപ്പോൾ 2 അഭിപ്രായത്തിൽ കൂടെ പോയില്ലേ കാര്യങ്ങൾ? പോകട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ 12 പ്രാവശ്യം മരണവുമായി നേരിട്ട് അഭിമുഖമായി കണ്ടിട്ട് എൻ്റെ യൗവനകാലത്ത് തന്നെ ഞാൻ ഇല്ലാതായി തീരേണ്ടതിന് സ്ഥാനത്ത് ഇതാ ഈ പ്രായത്തിലും സമയത്തിലും നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. തിമോഥെയോസ് 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പിന്നെ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. മതി മതി മതി, അത് വിട്ടോടുക. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്ന സഹോദരങ്ങളോട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഈ വാക്യം ഒന്ന് ഉച്ചരിക്കാറുണ്ട്. അത് അവർക്ക് വേണ്ടിയാണ് ഉച്ചരിച്ചതെങ്കിൽ കൂടെ ഞാൻ എൻ്റെ സാക്ഷിയാണ് പറയാറുള്ളത്. ദ്രവ്യാഗ്രഹത്തിൽ കണ്ണ് വെച്ചുകൊണ്ട്, മനസ്സ് വെച്ചുകൊണ്ട്, അതിനുവേണ്ടി തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില നാളുകൾ കർത്താവ് സഹിച്ചും വഹിച്ചുമൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ കർത്താവിന് സഹിയിടുമ്പോൾ കർത്താവൻ കൈവിടും. അത് ബഹുദുഃഖങ്ങൾക്ക് കാരണമാകുന്നു. പ്രിയരെ, ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കണ്ണ് കറൻസിയിലല്ല, എൻ്റെ ഹൃദയം കറൻസിയിലല്ല. കറൻസി ഗസ്റ്റാണ്, വരും പോവും, സ്ഥിരമില്ല. ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എൻ്റെ വിഷയമല്ല. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ്, ഒരു ഇടയൻ, ഒരു രക്ഷകൻ, ഒരു വിശ്വസ്തനായ നാഥൻ എൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ട് നോ ടെൻഷൻ. 2023 തീരുന്നത് വരെ, അഥവാ ഈ വർഷത്തിലെ ചില മാസങ്ങൾ കൂടി ചേർക്കുമ്പോൾ അതുവരെ ഞങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞു, സ്വസ്ഥതയോടെ കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയൊക്കെ കടന്നുപോയി. കർത്താവ് കൈവിട്ടില്ല. കർത്താവൻ പാഷ്യാലിറ്റി, മുഖപക്ഷമില്ലല്ലോ. എല്ലാവരുടെയും കർത്താവല്ലേ. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. പറഞ്ഞു വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഇതെൻ്റെ വ്യക്തിപരമായ, എൻ്റെ കുടുംബപരമായ ജീവിതാനുഭവവും സാക്ഷ്യവുമാണ് പങ്കുവെച്ചത്. എന്നെ വിളിച്ച് എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുപോയിട്ട് അവൻ എനിക്ക് മുമ്പായി നടക്കുന്നു. അവൻ മേച്ചിസ്ഥലം അറിയാം, എനിക്കുള്ള മേച്ചിസ്ഥലം. എനിക്ക് ആവശ്യം എന്താണെന്ന് അവൻ അറിയാം. എൻ്റെ കൈകൾ കാലിയാകുന്നത് വീട്ടുകാർക്ക് അറിയാതെ വന്നപ്പോൾ, മറ്റുള്ളവർക്ക് അറിയാതെ വന്നപ്പോൾ കർത്താവിനറിയാം. കൈ കാലിയായി, പേഴ്സ് കാലിയായി, പോക്കറ്റ് കാലിയായി, ബാഗ് കാലിയായി, എൻ്റെ അടുക്കള കാലിയായപ്പോൾ കർത്താവിനറിയാം. ഇങ്ങനെയുള്ളൊരു കർത്താവ് ഞാനുമായിട്ട് ഉപേക്ഷമതത്തിലാണ്. ഇങ്ങനെയുള്ള കർത്താവ് ഞാനുമായിട്ട് ഉടമ്പടിയിലാണ്. ജയോത്സവമായി, ക്രിസ്തുയേശു ജയോത്സവമായി നടത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ എൻ്റെ ജീവിതാനുഭവം തിരുവഴുത്തിലെ ചില വാക്കുകളിൽ കൂടെ എൻ്റെ ശ്രോതാക്കളോട് പറയാനൊരവസരം തന്നതിനായി സ്തോത്രം. കർത്താവേ, അത് അവർക്ക് ജീവിതത്തിലൊരു ധൈര്യത്തിന്, അനുഗ്രഹത്തിന്, വിശ്വാസവർദ്ധനവിന്, ആത്മീക ഉന്നമനത്തിന് മുഖാന്തരമാകട്ടെ. ദൈവാത്മാവേ, അവരോട് ഇടപെടണമേ, അവരെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കാൻ ഈ വചനം മതിയല്ലോ കർത്താവേ. കുടുംബ പ്രശ്നത്തിന് പരിഹാരവും സമാധാനം ഉണ്ടാക്കുവാൻ ഈ വചനം മതിയല്ലോ കർത്താവേ. അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം കർത്താവെ വഴി കണ്ടെത്തുവാൻ ഈ യേശു മതിയല്ലോ. മഹത്വം അങ്ങേക്ക് നൽകുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.